മിഷൻ ഷിരൂർ 11ാം ദിനം. ഷിരൂർ രക്ഷാദൗത്യം പ്രതിസന്ധിയിൽ. പുഴയിലെ അടിയൊഴുക്കാണ് ഇപ്പോൾ വെല്ലുവിളിയാകുന്നത്. അതിനിടെ ദുരന്തത്തിൽപ്പെട്ട ലോറിയിൽ അർജുൻ ഉണ്ടായിരുന്നില്ല എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. മണ്ണിടിച്ചിൽ സമയത്ത് അർജുൻ ചായക്കടയിലായിരുന്നു എന്നാണ് നിഗമനം. ലക്ഷ്മണന്റെ ചായക്കടയിൽ ലോറിയിൽ നിന്നൊരാൾ കയറിപ്പോയെന്ന ദൃക്സാക്ഷി മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ തിരയുകയാണ് പോലീസും ദൗത്യ സംഘവും ഇപ്പോൾ. ഷിരൂരിലെ ദുരന്ത ഭൂമിയിൽ നിന്നും ഹാഷ്മി താജ് ഇബ്രാഹിം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ആ ദുരന്തഭൂമിയിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ് ഇപ്പോഴും. അവിടെ ഡ്രോൺ പരിശോധന അടുത്ത ഘട്ടം നമുക്ക് കാണാം. ഡ്രോൺ പരിശോധന അവിടെ ആ ഡ്രോൺ ഈ ഗംഗാവാലി നദിയുടെ മുകൾ പരപ്പിലേക്ക് വീണ്ടും പതി ഇറങ്ങുകയാണ്. അവിടെ ചില അതിന്റെ പരിശോധനകളുടെ തുടർച്ചയാണ്. സ്പോട്ട് 1, സ്പോട്ട് 2 എന്ന് പറയുന്ന സ്പോട്ട് 3 എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ മുകളിൽ നിൽക്കുകയാണ് ആ ഡ്രോൺ. അത് താഴേക്ക് ഇറങ്ങി അതിന്റെ മുകൾ പരപ്പിൽ നിൽക്കുന്നു. അതിനുശേഷം അതിന് 25 അടി താഴത്തിൽ അതിന്റെ ദൃശ്യങ്ങൾ കിട്ടും. അതിന്റെ എന്താണ് ഉണ്ടത് എന്ന് അറിയാൻ കഴിയും. ഇന്ന് രാത്രി എന്ന് പറഞ്ഞ തെർമൽ സ്കാനർ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കാര്യമായ വിവരങ്ങൾ കിട്ടിയിരുന്നില്ല. ആ വിവരങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും വളരെ ഊർജിതമായി ഡ്രോൺ പരിശോധന തുടങ്ങുകയാണ്. മുൻ മേജർ ഇന്ദ്രപാലൻ ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ കൂടിയും അതിന് പുതിയ ചുമതലയുള്ള ആൾ ഇവിടെ തന്നെയുണ്ട്. ആ ഡ്രോൺ പറന്നു പൊങ്ങി അവിടെ നിൽക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. അതേസമയം കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ കരയിൽ സേന എസ്കേവർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ വളരെ ഊർജിതമായി തന്നെ തുടരുന്നു. സേന എസ്കേവർ മാത്രമല്ല, നമ്മൾ രാത്രി ഇവിടെ വന്നതായിരുന്നു. രാത്രി ഇവിടെ വരുമ്പോൾ ഇത്രയും പ്രൊക്ലൈനർ ഉണ്ടായിരുന്നില്ല. ഇവിടെ കൂടുതൽ പ്രൊക്ലൈനർ എത്തിച്ചുകൊണ്ട് JCB എത്തിച്ചുകൊണ്ട് അവിടെ മണ്ണുമാന്തി പരിശോധന വളരെ സജീവമായി തുടരുന്ന കാഴ്ച പ്രേക്ഷകർ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി ആ ഭാഗം തന്നെയാണ് ലക്ഷ്മണന്റെ ചായക്കട ഇരുന്ന സ്ഥലം. ആ ചായക്കട കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വളരെ ഊർജിതമായി സജീവമായി നടക്കുന്നു. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അർജുൻ ഈ സമയം ഈ ചായക്കടയിൽ ഉണ്ടായിരുന്നോ എന്നുണ്ടായ പുതിയ ദൃക്സാക്ഷി മൊഴിയാണ്. ഒരാൾ ഇറങ്ങി കണ്ടു എന്ന ദൃക്സാക്ഷി മൊഴിയാണ്. ആ ദൃക്സാക്ഷി അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെ പരിശോധന കൂടി സജീവമായി തുടരുന്നു. ആ വെള്ളച്ചാട്ടം ഒരു കാലത്തും വറ്റാത്ത വെള്ളച്ചാട്ടം. ആ കാണുന്ന വെള്ളച്ചാട്ടം ഒരു കാലത്തും വറ്റാത്ത വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ അട്രാക്ഷൻ. അവിടെ അങ്ങോട്ടേക്ക് വരാം, അവിടെ കുളിക്കാം, അവിടെ തുണിയൊക്കെ അലക്കാം. അതിനുശേഷം ഈ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ എത്താം. എന്നിട്ട് ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് അവിടെ കാണുന്ന സ്ഥലത്ത് വണ്ടി ഒതുക്കിയിട്ട് വിശ്രമിക്കാം തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത് ഡ്രൈവർമാരുടെ ഇഷ്ട സ്പോട്ടായി മാറുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നുണ്ട്, ഇതാണ് ആ മഹാദുരന്തമുണ്ടായ ആ മേഖല. അവിടെ ആ ടവറുകളൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടാൽ പേടിയാവുന്ന മട്ടിൽ ഇങ്ങനെ നിൽപ്പാണ്. പശ്ചിമഘട്ടത്തിലെ ഈ മലനിരകൾ ഇടിഞ്ഞു വന്നിറങ്ങിയാണ്. ആയിരക്കണക്കിന് ലോഡ് കണക്കിന് മണ്ണിടിഞ്ഞിറങ്ങിയാണ് ഇവിടെ മനുഷ്യരുടെ ഒരു കൊലനിലമായി മാറിയത്. 7 മൃതദേഹങ്ങൾ ഇതിനോടകം കിട്ടിയിട്ടുണ്ട്. മൊത്തം 11 കാണാതാവുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ 3 പേരുടെ അതിൽ ഈ ചായക്കടയിൽ ഉണ്ടായിരുന്നെന്ന് കരുതുന്ന 3 പേരാണ് ബാക്കിയുള്ളത്. 2 പേരുടെ വിവരങ്ങൾ കൃത്യമായി കിട്ടി. ആ 4ാമത്തെ ഒരാൾ ആര് എന്നുള്ളതാണ്. അത് അർജുനാണോ എന്നുള്ള സംശയത്തിലാണ് ഈ കരയിലെ പരിശോധന വളരെ വ്യാപകമായി നടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ദുരന്തഭൂമിയിൽ നിൽക്കുമ്പോൾ കരയിലും ആ ഗംഗാവാലി പുഴയിലും ഏതാണ്ട് ഒരേ സമയം വളരെ കൃത്യമായിട്ടുള്ള കഠിനാധ്വാനം നിറഞ്ഞ ഒരു പരിശീലനം നമുക്ക് കാണാം. അവിടെ NDRFന്റെ ബോട്ടുകൾ അവിടെ കാണുന്നു. NDRF ബോട്ടുകൾ ഇപ്പോഴും രാവിലെ മുതൽ NDRF ബോട്ടുകൾ അവിടെയുണ്ട്. പരിശോധന തുടരുകയാണ്. നേവിയുടെ കറുത്ത ഡിങ്കി ബോട്ടുകൾ ഇറങ്ങിക്കൊണ്ട് അവിടെ ഒഴുക്കിന്റെ തീവ്രത എത്രയാണെന്ന പരിശോധന അവിടെ നടക്കുന്നു. ആ കാണുന്ന മൺകൂന, ഈ കരയ്ക്കും ആ കാണുന്ന മൺകൂനയ്ക്കും ഇടയിലാണ് നമ്മൾ കണ്ട ഈ പറയപ്പെടുന്ന സ്പോട്ട്, നമ്മുടെ ലോറി ഉണ്ടെന്ന് കരുതപ്പെടുന്ന സ്പോട്ട്. അതിന് കുറച്ചുകൂടി അങ്ങോട്ട് മാറിയാണ് ഈ ക്യാബിനുണ്ട് എന്ന് പറയപ്പെടുന്ന എന്ന് കരുതപ്പെടുന്ന സ്ഥലം. അങ്ങോട്ടേക്കാണ് ഇറങ്ങേണ്ടത്. ആ ഡ്രോൺ പരിശോധന ഈ സ്പോട്ട് 3 എന്ന് പറയുന്ന ക്യാബിനുണ്ടെന്ന് പറയുന്ന മനുഷ്യ സാന്നിധ്യം തേടിയുള്ള പരിശോധന വളരെ സജീവമായി നടക്കുന്നു. പക്ഷേ ഏതെങ്കിലും സൂചന ഇപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ സാനി എക്സ്കവേറ്റർ മണ്ണുമാന്തിയുള്ള പരിശോധന നമ്മൾ ഇന്ന് രാത്രി കണ്ടതാണ്. അവിടുന്ന് ഈ ചോറ് വാരിയിടുന്ന വെള്ളം ഊറ്റിപ്പോകുന്ന പാത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ബക്കറ്റുകളും കസേരകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരേ സമയം കരയിലും പുഴയിലുമായുള്ള വളരെ ശക്തമായ പരിശോധന നടക്കുന്ന സമയമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ആ മൺകൂന കേന്ദ്രീകരിച്ചാണ് കണ്ട. അവിടെ കാണുന്നുണ്ട്. അവിടെ ഒരു ടവറിന്റെ ചെറിയൊരു ബാക്കി ഭാഗം കാണുന്നുണ്ട്. ഈ ടവറിന്റെ ഭാഗമടക്കം ഇപ്പോൾ അന്വേഷണത്തിൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഈ സ്പോട്ടിൽ കണ്ടെത്തിയ 3 സ്പോട്ടുകൾ, ഒരു സ്പോട്ട് ആ ടവറിന്റെ ബാക്കി ഭാഗമാണെന്നാണ് കണ്ടെത്തൽ.
എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ വലിയ എന്താണ് ഒരുപാട് ജീവിത സ്വപ്നങ്ങൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരുപാട് ജീവിത സ്വപ്നങ്ങൾ പൊലിഞ്ഞ ഒരു ദുരന്ത ഭൂമിയിൽ നിൽപ്പാണ് ഇവിടെ സാനി എക്സ്കവേറ്റർ അവിടെ പരിശോധന തുടരുന്നു. ഇപ്പോൾ ഒരു സൈഡിൽ ഇത്തരത്തിൽ ഈ ഒരു യുദ്ധഭൂമി കണക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു സൈഡിൽ ഇടിഞ്ഞു വീഴാൻ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ പരുവത്തിൽ നിൽക്കുന്ന ഷിരൂർ കുന്നുകൾ, മറു സൈഡിൽ രൗദ്രഭാവത്തിൽ ഒഴുകുന്ന പുഴ. ഇവിടെ നമ്മൾ ദുരന്ത ഭൂമിയിൽ തന്നെ നിൽക്കുകയാണ്. ദുരന്ത ഭൂമിയിൽ അവിടെ പരിശോധനകൾ വളരെ ശക്തമായി തന്നെ നടക്കുകയുമാണ്. ദുരന്ത ഭൂമിയിൽ നിന്നും അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.